ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 360 മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്നു. വയനാട് ദുരന്തം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സേന അടക്കമുള്ള രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം അതത് തഹസിൽദാർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കണമെന്നും കളക്ടർ. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ വീണ്ടും ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിലെ തെരച്ചിൽ തുടരുന്നു. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് റഡാർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ 360 പേർ മരിച്ചു. 148 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. മരിച്ചവരിൽ 30 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. 93 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 10,042 പേരാണ് കഴിയുന്നത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും. സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം നടത്തുക. വയനാട് ദുരന്തം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സേന അടക്കമുള്ള രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി. പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പുരുഷ പോലീസ് സേനാംഗങ്ങളുടെ തൃശൂരിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറുന്നത്. ദേശീയ തലത്തിലെ വലിയ ദുരന്തങ്ങൾ ഒന്നുകൂടിയാണ്. പെട്ടെന്നുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരു നാടാകെ ഇല്ലാതായതിൻ്റെ നടുക്കം ചൂർമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾ ഇപ്പോഴുമുണ്ട്. ജീവിതത്തിൽ നിന്ന് എഴുതെറിയപ്പെട്ട ആ മനുഷ്യരുടെ ദുരന്തം ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ കണ്ണീരിലാക്കിയിട്ടുണ്ട്. മനുഷ്യത്വം മുഖമുദ്രയാക്കുന്ന സേനയുടെ മഹത്തായ ത്യാഗപൂർണമായ സമർപ്പണമാണ് വയനാട്ടിലേത്. ദുരന്തമുഖത്ത് കേരളം പുലർത്തിപ്പോരുന്ന മനുഷ്യസ്നേഹത്തിന്റെ ഊഷ്മളത കാത്തുസൂക്ഷിക്കാൻ ഇനിയും സേനാംഗങ്ങൾക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയാകുന്ന മഹത്തായ സന്ദർഭങ്ങളാണ് നാം അവിടെ കണ്ടത്. കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ വീടുകൾ ഇതിൻ്റെ ഭാഗമായി കാണാൻ നമുക്കില്ല. മാതൃകാപരമായ പോലീസിൻ്റെ ഇടപെടലുകൾ പ്രത്യേകം എടുത്തു പറയപ്പെട്ടത്. വയനാട്ടിലെ പോലീസ് രക്ഷാപ്രവർത്തനങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് തന്നെ അത് വലിയ മാതൃകയാണ് നിങ്ങൾക്ക് എന്നുകൂടി ഓർമ്മിക്കുന്നത്. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന പരേഡിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ച അദ്ദേഹം പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്കുള്ള ട്രോഫിയും വിതരണം ചെയ്തു. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയനിലെ 187 വനിതാംഗങ്ങളും മലപ്പുറം മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയനിലെ 223 പുരുഷ സേനാംഗങ്ങളുമടക്കം 410 പേരാണ് പുതുതായി സേനയുടെ ഭാഗമായത്. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബ്, ADGPയും കേരള പോലീസ് അക്കാദമി ഡയറക്ടറുമായ P. വിജയൻ, തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, MSP ബറ്റാലിയൻ കമാൻഡന്റ് KV സന്തോഷ്, കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, MLA P. ബാലചന്ദ്രൻ, മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ഡിവിഷൻ കൗൺസിലർ രാജശ്രീ ഗോപൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ഇക്കുറി ഒരു സവിശേഷ സാന്നിധ്യമുണ്ടായി. പരേഡ് നിരീക്ഷിച്ചും നടത്തിയും സേനാ അംഗങ്ങൾക്കൊപ്പം സദാ നിലകൊണ്ട കക്ഷി ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. സംസ്ഥാന മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത കേരള ആംഡ് പുരുഷ വനിതാ പോലീസ് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ഗ്രൗണ്ടാണ് വേദി. പക്ഷേ ഇവിടെ തിളങ്ങിയത് മറ്റൊരാളാണ്, ഒരു നായ.
സേനയുടെ ഭാഗമല്ല. എന്നാൽ പരേഡും ചിട്ടവട്ടങ്ങളുമെല്ലാം ഒരു സേനാംഗത്തെ പോലെ മനപ്പാഠം. അത് തെളിയിക്കുന്നതായിരുന്നു പരേഡ് ഗ്രൗണ്ടിലെ പെരുമാറ്റം. കൃത്യതയോടെ, ചടുലതയോടെ, പിഴയ്ക്കാത്ത ചുവടുകളോടെ പരേഡ് ഇപ്പോൾ റിവ്യൂ ഓർഡർ മാർച്ച് ചെയ്ത് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുകയായി. റിവ്യൂ ഓർഡർ മാർച്ച്. കേഡറ്റുകൾ ചെയ്യുന്നതെല്ലാം നിരീക്ഷിച്ച് ആദ്യ അവസാനം വരെ അവർക്കൊപ്പം ഗ്രൗണ്ടിൽ തന്നെ നിലകൊണ്ടു. ഇടയ്ക്ക് പെയ്ത മഴയിലോ തോക്കും പിടിച്ച് 400 പേർ ചേർന്നുള്ള ബൂട്ടടിയുടെ ഒച്ചയിലോ ഒന്നും ആള് കുലുങ്ങിയില്ല. പരേഡംഗങ്ങളെ അഭിസംബോധന ചെയ്തുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്ത് ഒരു സേനാംഗത്തെ പോലെ സശ്രദ്ധം കേട്ടിരുന്നു. ഒടുവിൽ സേനാംഗങ്ങൾക്കൊപ്പം ക്യുക്ക് മാർച്ച് ചെയ്ത് തന്റെ മികവും തികവും തെളിയിച്ച ശ്വാനൻ കാണികളുടെ കയ്യടിയും സ്വന്തമാക്കി. പരേഡിലുടനീളം വനിതാ പ്ലറ്റൂണിനോട് ചേർന്ന് നിന്ന നായ ഒരു വേള പോലും ആർക്കും യാതൊരുവിധ ശല്യമോ തടസ്സമോ ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്നും ആട്ടിപ്പായിക്കലും ഇതിന് നേരിടേണ്ടി വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. TCV തൃശൂർ. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് അവധി. ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം അതത് തഹസിൽദാർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ചേർന്ന് ആവശ്യമായ ശുചീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച ശേഷം സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കി. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ വീണ്ടും ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മഴ മാറുന്നതുവരെ താമസക്കാർ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് വിദഗ്ധർ പറഞ്ഞു. റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്നും ഔദ്യോഗികമായി കളക്ടർ തീരുമാനം അറിയിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞ് വെള്ളമൊഴുകി വന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അപകട സാധ്യത മുൻനിർത്തി 81 കുടുംബങ്ങളെ നഗരസഭാ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജില്ലാ ജിയോളജിസ്റ്റ് AK മനോജ്, ജില്ലാ സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ, ജില്ലാ ഹൈഡ്രോളജിസ്റ്റ് ഓഫീസർ K ലീന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. MLA സേവ്യർ ചുറ്റിലപ്പള്ളി, തഹസിൽദാർ KC അനുപമൻ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർമാൻ ഷീല മോഹൻ, കൌൺസിലർ ബുഷ റഷീദ് എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ചായയിൽ ബണ്ണ് മുക്കം പോലെ ഇതിലിങ്ങനെ വെള്ളം നിൽക്കുക. ആ വെള്ളം ഊറിപ്പോകുന്ന സാധനമാണ് നമ്മൾ ഈ ചാലുകളിലൂടെ വരുന്നത്. അതാണ് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് സ്റ്റോപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്ലോപ്പിൽ ഇപ്പോൾ MLA ഇപ്പോൾ പോയ സ്ഥലമാണ് ആ കിണർ നിൽക്കുന്ന സ്ഥലം. ആ കിണറിൽ വെള്ളമുണ്ട്. അതിനവിടെ ഈ റൂട്ട് ബോൾട്ടിംഗ് എന്നാണ് ഞങ്ങളതിനെ പറയുന്നത്. റൂട്ടെല്ലാം ബോൾട്ട് ചെയ്ത് മരങ്ങളെ പിടിച്ചു നിർത്തി അതിന് വിടവിലൂടെ എല്ലാം വെള്ളത്തിന് ഉരിച്ചു വരാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഈ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം കിണർ കുത്തുമ്പോൾ അടിയിലുള്ള മഞ്ഞ കളറുള്ള പശുവെള്ളം മണ്ണാണ്. ആ പശുവെള്ളം മണ്ണിൽ പിടിച്ചേക്കാൻ പറ്റില്ല. ഗ്രീസ് ഇട്ടിട്ട് അതിലൂടെ നടന്നു നോക്കുക. അതിൻ്റെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ വെള്ളം കലങ്ങി വരേണ്ടതെന്ന് പരിശോധിക്കണം. വെള്ളം കലങ്ങി വരേണ്ട ബസ്സുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന 2-അംഗ സംഘത്തെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി ഫറൂഖ്, മലപ്പുറം സ്വദേശി ഹനീഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞാണി ചാവക്കാട് റൂട്ടിലോടുന്ന ബസ് യാത്രക്കാരനായ മേച്ചേരിപ്പടി സ്വദേശി ഉജ്ജ്വലിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണവും ATM കാർഡും അടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത്. ആക്സിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മേയർ MK വർഗീസ്, ആക്സ് ജനറൽ കൺവീനർ CR വത്സൻ, ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് TA അബൂബക്കർ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃശൂർ പാമ്പൂരിൽ വീടുകളുടെ മതിലുകൾ തകർത്ത് കാന നിർമ്മാണം. 2 വീടുകളിലെ മതിലുകൾ തകർന്നു. പാമ്പൂരിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് നാട്ടുകാർക്ക് വിനയായത്. കാനയ്ക്കായി മതിലുകളോട് ചേർന്ന് മണ്ണെടുത്തതാണ് വീടുകളുടെ മതിലുകൾ തകർന്നു വീഴാൻ കാരണം. അശാസ്ത്രീയ നിർമ്മാണമാണ് മതിലുകൾ ഇടിയാൻ കാരണമെന്നും നാട്ടുകാരുടെ പരാതി. റിട്ടയേർഡ് SIമാരായ കാഞ്ഞിരപ്പറമ്പിൽ തോമസിന്റെയും സഹോദരൻ റപ്പായിയുടെയും വീടുകളുടെ മതിലാണ് നിലം പൊത്തിയത്. ചൂളക്കട്ടകളും കോൺക്രീറ്റ് കട്ടകളും ഉപയോഗിച്ച് നിർമ്മിച്ച 15 മീറ്റർ നീളം വരുന്ന മതിലാണ് ഗേറ്റ് ഉൾപ്പെടെ മറിഞ്ഞു വീണത്. വീടിനടുത്തുള്ള നാട്ടുവഴികളിലൂടെയുള്ള സഞ്ചാരം വഞ്ചിയിലാക്കിയിരിക്കുകയാണ് സാക്സോഫോൺ കലാകാരൻ കിഷോർ കുമാർ അന്തിക്കാട്.
വീടുൾപ്പെടെ റോഡിലേക്കുള്ള ഇടവഴികളിലും വെള്ളം കയറിയതോടെയാണ് യാത്ര സ്വന്തം വഞ്ചിയിലാക്കിയത്. മുൻ വർഷങ്ങളിലൊന്നും ഇത്രയധികം വെള്ളം പ്രദേശത്ത് കയറാറില്ലെന്നും വൈക്കോച്ചിറ കമാൻഡോ മുഖത്തെ സ്ലൂയിസ് തകർന്ന് പുഴയിലെ വെള്ളം ഒഴുകി വരുന്നതിനാലാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇരിങ്ങാലക്കുട പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളിലുമായി താമസിക്കുന്നവർക്ക് കൈത്താങ്ങായി ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനും സംഘവും പുതപ്പുകളും ഭക്ഷ്യകിറ്റുകളും വിതരണം ചെയ്തു. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ, രൂപത വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ, കത്തീഡ്രൽ ട്രസ്റ്റിമാരായ ആന്റണി കണ്ടംകുളത്തി, ലിൻസൺ ഊക്കൻ തുടങ്ങിയവർ സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. ബൂട്ട് വാങ്ങാൻ കൂട്ടിവെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സ്കൂൾ വിദ്യാർത്ഥി. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും കുഴിക്കാട്ടുകോണം സ്വദേശികളായ മടത്തിപ്പറമ്പിൽ സന്തോഷിന്റെയും ജിനിയുടെയും മകനും ഫുട്ബോൾ താരവുമായ അമൻ ചന്ദാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയത്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തുക ഏറ്റുവാങ്ങി. തൃശൂർ ക്ഷേത്ര ഏകോപന സമിതിയുടെ ജില്ലാ കൺവെൻഷൻ പൂങ്കുന്നം സരസ്വതി വിദ്യാനികേതനിൽ നടന്നു. ചിന്മയ മിഷൻ ആചാര്യ സ്വാമിനി സംഹിതാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ, ജില്ലാ സെക്രട്ടറി ഹരി മുള്ളൂർ, ക്ഷേത്ര ഏകോപന സമിതി ജില്ലാ സംയോജകൻ പി എൻ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചലച്ചിത്ര ലോകത്തിന്റെ രചന, കാഴ്ച, സാങ്കേതിക മേഖലകൾ ചർച്ച ചെയ്ത് തൃശൂർ ലിറ്റററി ഫോറം സംഘടിപ്പിച്ച വെള്ളിത്തിര മലയാള സിനിമാ ചരിത്ര സഞ്ചാരം എന്ന പരിപാടി ശ്രദ്ധേയമായി. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടി ഗാനരചയിതാവും കവിയുമായ എം ഡി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാഴ്ചയുടെയും രചനയുടെയും സൃഷ്ടിക്ക് പിന്നിലെ യഥാർത്ഥ കഷ്ടതകൾ സമൂഹം കാണാതെ പോകുന്നതാണ് കലാസാഹിത്യരംഗം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. എഴുത്തുകാരനും അഭിനേതാവുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വയലാറിനെ തേടുന്ന വിദ്യാർത്ഥി എന്ന വിഷയത്തിൽ തിരക്കഥാകൃത്ത് ഹരി പി നായരും 90 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്ര വഴികൾ എന്ന വിഷയത്തിൽ സതീഷ് കുമാർ വിശാഖപട്ടണവും പ്രഭാഷണം നടത്തി. വി എച്ച് ദിരാർ, സുഭാഷ് പോണോളി, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, ലിറ്റററി ഫോറം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പി ആർ കെ ചേനം, ട്രഷറർ പി വിനോദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ പേരകം തേക്കിൻകാട് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസം ആചരിച്ചു. മേൽശാന്തി ദൊണ്ടുമഠത്തിൽ ബാലചന്ദ്രൻ എംബ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹവനവും വരവൂർ ഷാജിയുടെ രാമായണ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അന്നദാനത്തിൽ 1000-ഓളം ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ബേബി കരിപ്പോട്ട്, ശശി ആനക്കോട്ടിൽ, സുകുമാരൻ എരിഞ്ഞിയിൽ, സോമൻ കടാങ്കര, വേലായുധൻ ആനക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി വെള്ളിക്കുളങ്ങര സൌഹൃദ കൂട്ടായ്മ സമാഹരിച്ച 1 ലോഡ് അരി കൂട്ടായ്മ അംഗങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ലോഡുമായി പുറപ്പെട്ട വാഹനം മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. സൌഹൃദ കൂട്ടായ്മ സെക്രട്ടറി സുധീർ വെള്ളിക്കുളങ്ങര, പ്രസിഡന്റ് എം ബി നവാസ്, ജോബിൾ വടാശ്ശേരി, സുൽത്താൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അരി വയനാട്ടിലെത്തിയത്. വയനാടിനൊരു കൈത്താങ്ങുമായി വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. ദേശമംഗലം കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ ശേഖരിച്ച അവശ്യ വസ്തുക്കൾ സ്വീകരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ്, ഒ യു ബഷീർ, മുസ്തഫ വരവൂർ, കുരുവിള ജേക്കബ്, തമ്പി മണി, പി വി സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോലഴിയിൽ ഭിന്നശേഷിക്കാരുടെ കലാകൂട്ടായ്മ പൂമ്പാറ്റയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തബാധിതർക്കെത്തിക്കാനായി അവശ്യ വസ്തുക്കൾ ശേഖരിച്ചു. ക്യാമ്പിലേക്ക് ആവശ്യമായ അവശ്യ വസ്തുക്കളാണ് കൊണ്ടുപോകുന്നത്. പെപ്പിൻ ജോർജ്, അപർണ നാരായണൻ, ടോണി, രാജി സന്തോഷ്, മനോജ്, സ്വാതി എന്നിവർ നേതൃത്വം നൽകി. പൂമ്പാറ്റ കൂടിയൊക്കെയാണ് നമ്മുടെ ഭിന്നശേഷിക്കാരെ കുട്ടികളുടെ ഒരു കലാകൂട്ടായ്മയാണ്. കുട്ടികളുടെ മാതാപിതാക്കളും എല്ലാം കൂടെ കൂടി ഒരു വലിയ കൂട്ടായ്മയാണ് നമ്മൾ കഴിയുന്ന നമ്മുടെ വയനാട്ടിൽ എല്ലാവരും ദുരന്തം കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെറിയ സഹായം
ബെഡ്ഷീറ്റായിട്ടും പുതപ്പായിട്ടും. ദേശമംഗലത്ത് കരിങ്കൽ ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ വരവട്ടൂർ കൊണ്ടയൂർ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. 1-ാം വാർഡ് മെമ്പർ സമീറ സിറാജിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ക്വാറി അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്തിനും കളക്ടർക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും രേഖാമൂലം പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു. കൊണ്ടയൂർ ഗവൺമെന്റ് LP സ്കൂളിന് സമീപം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജന്റെ നേതൃത്വത്തിൽ ജിയോളജി റവന്യൂ അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കയ്പമംഗലത്തെ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ സഹായം സമാഹരിച്ചാണ് ദുരിതബാധിത മേഖലയിലെ കളക്ഷൻ സെന്ററിലേക്ക് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനസ് അബൂബക്കറിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വാഹനം പുറപ്പെട്ടത്. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P. മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PM.A. ജബ്ബാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ PM. അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ മഴയ്ക്ക് ശമനമായതോടെ വെള്ളം കയറിയ ഇടങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങിയെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വീടുകളിലേക്ക് മാറാനുള്ള സാഹചര്യമായിട്ടില്ല. 87 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ നിലവിൽ പ്രവർത്തിക്കുന്നത്. 2235 കുടുംബങ്ങളിൽ നിന്നായി 5858 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 13 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ജില്ലയിൽ നിലവിൽ പീച്ചി, വാഴാനി, പെരിങ്ങൽകുത്ത്, പൂമല, അസുരൻകുണ്ട്, പത്താഴക്കുണ്ട് എന്നീ ഡാമുകൾ തുറന്നിട്ടുണ്ട്. കൂടാതെ ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വൈദ്യുതി ഉൽപ്പാദനത്തിനു വേണ്ടി തുറന്നിട്ടുണ്ട്. 17ാമത് തൃശൂർ ജില്ലാ സബ് ജൂനിയർ മിനി ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫെൻസിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഫെൻസിംഗ് അസോസിയേഷൻ സെക്രട്ടറി ഫ്രെഡറിൻ ജോസഫ് കുറ്റിക്കാടൻ, അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി KA മെറിൻ, ട്രഷറർ സ്റ്റെബിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി 100-ൽ പരം കായിക താരങ്ങൾ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമുള്ള പരമ്പരാഗതമായ കോഴിക്കുളങ്ങര പൂജ പരമ്പരാഗത വിധികളോടെ നടന്നു. കർക്കിടകത്തിലെ 3ാമത്തെ ഞായറാഴ്ചയാണ് പ്രസിദ്ധമായ കോഴിക്കുളങ്ങര പൂജ നടന്നുവരുന്നത്. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചപൂജ കാലേക്കൂട്ടി പൂർത്തിയാക്കി ക്ഷേത്ര നടകളടച്ച് അടികൾമാരും ക്ഷേത്രം അധികൃതരും വഞ്ചിയിൽ പുല്ലൂറ്റുപുഴ കടന്ന് നാരായണമംഗലത്തെ കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെത്തി പൂജ നിർവഹിക്കുന്നതാണ് കോഴിക്കുളങ്ങര പൂജ. നെറ്റിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങുകൾ നടന്നു. മേൽശാന്തി വാഴക്കോട് പുതുമന വിഷ്ണു നമ്പൂതിരിയും തെച്ചിക്കോട്ട് അനീഷ് നമ്പൂതിരിയും കതിർക്കറ്റകളേറ്റി ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയ ശേഷം വിധിപ്രകാരമുള്ള പൂജകൾ നടത്തി. പൂജിച്ച കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. പാവറട്ടി വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ ബാച്ച് വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. കൂട്ടായ്മ അധ്യാപിക മാഗി ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ AT ഫെമി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഹുസൈൻ, മാനേജർ മുനീർ, മുൻ പ്രിൻസിപ്പൽമാരായ KR നസീബുള്ള, CT വിൽസൺ എന്നിവർ സംസാരിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷോജൻ ടി വിധേയത്തിൽ അധ്യക്ഷത വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ അലക്സ് കല്ലേലി, ഷീന തോമസ്, ജോസ് ആട്ടോക്കാരൻ, ജോസ് വെട്ടുമനയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ കാനയും റോഡും നാട്ടുകാർ വൃത്തിയാക്കി. സുനിൽകുമാർ കക്കാട്ട്, രാജേഷ് ചേനം കുമരത്ത്, അനിൽ കക്കാട്ട്, K ഉസ്മാൻ, K അലി, M ബിനീഷ്, K വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി മതിലകം OLF ഗേൾസ് ഹൈസ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ബഷീർ തൃപ്പേക്കുളത്തിന്റെ സൂചിക്കുഴയുടെ വിലാപം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ കമൽ നിർവഹിച്ചു. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് TB സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു. CJ ജെയിംസ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ചു. മൂസ വടകനോളി പുസ്തക പരിചയം നടത്തി. KR കിഷോർ,
ആസ്പിൻ അഷ്റഫ്, സോമൻ താമരക്കുളം, ബൽക്കീസ് ബാനു, ടി.എ. ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. വടക്ക് പടിഞ്ഞാറൻ ജാർഖണ്ഡിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദവും തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമാണ് നിലവിൽ പെയ്യുന്ന മഴ. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അസീർ പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗദിയിൽ മരണമടഞ്ഞ പി.വി. പീതാംബരൻ, കെ. മുഹമ്മദ് ഷാജി എന്നിവരുടെ കുടുംബസഹായ ഫണ്ട് വിതരണോദ്ഘാടനം കെ. രാധാകൃഷ്ണൻ എം.പി. നിർവഹിച്ചു. അസീർ പ്രവാസി സംഘം രക്ഷാധികാരി ബാബു പരപ്പനങ്ങാടി അധ്യക്ഷത വഹിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി M.A. ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗം K.A. വിശ്വംഭരൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അസീർ പ്രവാസി സംഘം പ്രവർത്തകരുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും വിതരണം ചെയ്തു. അസീർ പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഷാബ് ജാൻ, കേരള പ്രവാസി സംഘം വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ A.A. യൂസഫ്, M.V. പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. അടുത്തത് വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ മുരിയാട് പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടിയന്തര സഹായമായി 3 ലക്ഷം രൂപ നൽകി. പുല്ലൂർ SNBS LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാനെത്തിയ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ചെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളിയും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് കൈമാറി. പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, K. വൃന്ദകുമാരി, ജിനി സതീശൻ, ശ്രീജിത്ത് പട്ടത്ത്, നിഖിത അനൂപ്, സേവ്യർ ആളൂക്കാരൻ, മണി സജയൻ, പുല്ലൂർ വില്ലേജ് ഓഫീസർ ശുഭ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മണപ്പുറത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A.T. അബ്ദുൾ ഖാദറിന്റെ സ്മരണാർത്ഥം വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പെടുത്തിയ SSLC ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് M.A. മുസ്തഫ അധ്യക്ഷത വഹിച്ചു. 100% വിജയം വിദ്യാലയങ്ങൾക്ക് DCC സെക്രട്ടറിമാരായ VG അശോകൻ, CM നൌഷാദ് എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. മുല്ലശ്ശേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് NSS യൂണിറ്റും അലുമിനി അസോസിയേഷൻ UAE ചാപ്റ്ററും സംയുക്തമായി കിറ്റുകൾ നൽകി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ അന്നകര ഗവൺമെന്റ് LP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലെ കുടുംബങ്ങൾക്കാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയിയുടെ നേതൃത്വത്തിൽ കിറ്റുകൾ നൽകിയത്. MLA മുരളി പെരുന്നല്ലി കിറ്റുകൾ ഏറ്റുവാങ്ങി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, വൈസ് പ്രസിഡന്റ് KP ആലി, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരാൻ കൂട്ടുകാരെത്തി. ചിത്രം വരച്ചും ഫുട്ബോൾ കളിച്ചും അവർ തങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം കൂടി. അയ്നൂർ കുരുത്തിക്കുളത്തിന് സമീപം താമസിക്കുന്ന 2 വീട്ടുകാരാണ് പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. PTA പ്രസിഡന്റ് അലി കോട്ടോൽ, സാബു അയ്നൂർ, പ്രീത, സുൽഫിത്ത് എന്നിവരും കുട്ടികളെ ചേർത്ത് പിടിച്ചു. തിരൂർ ശ്രീ വടകുറുമ്പ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം, ആനയൂട്ട്, വിശേഷാൽ ഭഗവത് സേവയും നടന്നു. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടേരി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിൽ 4 ഗജവീരന്മാർ പങ്കെടുത്തു. ഈ മാസം 17-നാണ് ഇല്ലം നിറ. അർബുദരോഗം ബാധിച്ചവർക്ക് കേശം ദാനം ചെയ്ത മാതൃകയായി കുഴുക്കുള്ളി നിത്യസഹായ മാതാ ചർച്ച് CLC അംഗങ്ങൾ.
CLC കൊഴുക്കുള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അമല ക്യാൻസർ ആശുപത്രിയുമായി സഹകരിച്ച് കൊഴുക്കുള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച കേശദാനം അമല ക്യാൻസർ ആശുപത്രി ഡയറക്ടർ ഫാദർ ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ബാസ്റ്റിൻ ആലപ്പാട്ട്, അതിരൂപത CLC ട്രഷറർ നെബിൻ ആന്റണി, പുത്തൂർ ഫെറോന CLC പ്രസിഡന്റ് ഗോഡ്സൺ, കൊഴുക്കുള്ളി CLC പ്രസിഡന്റ് റോണി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. 52ഓളം പേർ കേശദാനത്തിൽ പങ്കാളികളായി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460, പവന് 51680. വെള്ളി ഗ്രാമിന് 90, പ്ലാറ്റിനം ഗ്രാമിന് 3290 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 360. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരും. വയനാട് ദുരന്തം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സേനയടക്കമുള്ള രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം അതത് തഹസിൽദാർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കണമെന്നും കളക്ടർ. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ വീണ്ടും ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.